ഇതാണ് നമ്മുടെ തിരുമലൈ നായ്ക്കർ പാലസ്. വലിയ പടവുകളും പടുകൂറ്റൻ തൂണുകളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള വലിയ ആർച്ചുകളാണ് ഈ ഒരു മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. 17-ാം നൂറ്റാണ്ടില് മധുരയുടെ രാജാവായിട്ടിരുന്ന തിരുമലൈ നായ്ക്കനാണ് കേട്ടോ ഈ ഒരു പമ്പൻ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഈവനിങ് ടൈമില് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പൊതുജനങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കും. അതിലവര് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മധുരയുടെ ചരിത്രവും അതുപോലെ തന്നെ ഇവിടുത്തെ രാജാവായിരുന്ന തിരുമലൈ നായ്ക്കരുടെ ഭരണകാലത്തെ കുറിച്ചൊക്കെയാണ് അവര് ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഈ മഹലിനെ ഇപ്പൊ നമ്മൾ കാണുന്നതിനെക്കാട്ടും ഒരു 4 ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തില് കുറെ ഇങ്ങനെ കേടുപാടുകളൊക്കെ സംഭവിച്ച് തകർന്നുവെങ്കിലും ഇപ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള ഒരു തനിമയിലും ആ പ്രൗഢിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവര് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ ഈ ഒരു മഹലിലെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതിനിടയിൽ ഉച്ചയ്ക്ക് ഒരു 1 മണി തൊട്ട് 1:30 വരെ ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം ഈവനിങ്ങിൽ 2 ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് നടക്കുന്നത്. മധുരേനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു തിരുമലൈ നായ്ക്കർ അദ്ദേഹം ഭരിച്ചിരുന്ന രാജാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അന്നത്തെ ഭരണകാലത്തെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിപ്പിക്കുന്നത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയില്. അപ്പൊ അത് ഇംഗ്ലീഷിലുള്ള ഷോ വന്നിട്ട് 6:45 തൊട്ട് ഏകദേശം ഒരു 7:35 വരെ 7:35 വരെയാണ് ഇംഗ്ലീഷിലുള്ള ഷോ. അതിനുശേഷം 8 o'clock തൊട്ട് ഒരു 8:50 വരെ തമിഴിലാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തില് 2 ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയോട് കൂടി ആ ഒരു ഡേ ഇവര് അവസാനിപ്പിക്കും കേട്ടോ. നമ്മൾ ഈ പുരാതനമായിട്ടുള്ള പടങ്ങളൊക്കെ കാണില്ലേ, രാജാവ്, നമ്മുടെ ബാഹുബലി അങ്ങനത്തെ ഒക്കെ പോലത്തെ. അപ്പൊ ആ ഒരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തം. എന്തൊക്കെ കാര്യങ്ങളും നിമിഷങ്ങൾക്കൊക്കെ ഈ ഒരു ഇടം സാക്ഷിയായിട്ടുണ്ടാവും അല്ലെ. സോ ഭയങ്കര ഒരു ഫീലാണ്. നമുക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ ഭയങ്കര ഒരു പ്രൗഢി ഒക്കെ തോന്നും. കുഞ്ഞു പിള്ളേർക്കൊക്കെ സുഖമായിട്ട് ഓടി നടന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പൊ വീടുകളൊക്കെ സ്ഥലമൊക്കെ കുറവല്ല, അപ്പൊ അവർക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് ഓടി കളിക്കാട്ടോ. ഭയങ്കര സന്തോഷവും. കാരണം ഇതിന്റെ ഒരു വിസ്തൃതിയും ഇതിന്റെ ഒരു വൈഡും നമ്മുടെ മനസ്സിനും വളരെയധികം ഒരു വൈറ്റ്നസ് ഒക്കെ തരും. അത്രയും മനോഹരമാണ്. ചുറ്റിലും ആർച്ചുകളാണ്, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നണേ. അത്രയും കൊത്തുപണികളുള്ള ആർച്ചുകളാണ് ഈ ഒരു ഹാളിന് ചുറ്റും ആയിട്ടുള്ളത്. അത് ആ തൂണില് അങ്ങോട്ട് തല ഉയർത്തി പ്രൗഢിയിൽ അങ്ങോട്ട് നിൽക്കുവാണ് അവിടെ തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ കളർ ടോണുകള് എല്ലാം ഒന്നിനൊന്ന് കിട്ടുവാണ്, മികച്ചതാണ്. നമുക്കൊക്കെ ഭാഗ്യമാണ് ഇവിടെ വന്ന് നമുക്കിത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവും ഹാപ്പിയാണ്. ഭാഗ്യമുണ്ട്. കാരണം എത്രയോ വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഈ ഒരു ഇടം അവിടെ വരാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.